നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഇന്ത്യൻ വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയ മാറ്റം, പുതിയ പാർട്ടികളിലേക്ക് ചായ്വ്. ബ്രിട്ടനിലെ ഇന്ത്യൻ വംശജർക്കിടയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ചായ്വുകളിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ബ്രിട്ടീഷ് ഇന്ത്യൻ സെൻസസ് 2025 എന്ന പുതിയ പഠന റിപ്പോർട്ട്. പരമ്പരാഗതമായി ലേബർ, കൺസർവേറ്റീവ് പാർട്ടികളെ പിന്തുണച്ചിരുന്ന ഇന്ത്യൻ വോട്ടർമാരിൽ ഒരു വിഭാഗം വലതുപക്ഷ പാർട്ടിയായ റിഫോം UK, പരിസ്ഥിതി സൗഹൃദ നിലപാടുകളുള്ള ഗ്രീൻ പാർട്ടി എന്നിവയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. റിപ്പോർട്ട് അനുസരിച്ച് കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള റിഫോം UKക്ക് ഇന്ത്യൻ വംശജരുടെ പിന്തുണ ഒരു വർഷത്തിനിടെ 3 ഇരട്ടിയായി വർദ്ധിച്ച് 13%. ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഊന്നൽ നൽകുന്ന ഗ്രീൻ പാർട്ടിക്കും 13% ഇന്ത്യൻ വോട്ടർമാരുടെ പിന്തുണയുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറകൾക്കിടയിൽ. എന്നാൽ നിലവിൽ അധികാരത്തിലിരിക്കുന്ന ലേബർ പാർട്ടിയുടെ പിന്തുണയിൽ 13% ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും 35% വോട്ടർമാരുമായി ലേബർ പാർട്ടി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. മുൻ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്കും 12% പിന്തുണ നഷ്ടപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളോടുള്ള പഴയ കൂറിനേക്കാൾ സാമ്പത്തിക ഭദ്രത, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം, കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങൾക്കാണ് ഇന്ത്യൻ സമൂഹം ഇന്ന് മുൻഗണന നൽകുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 2 വർഷത്തിനിടെ വംശീയ വിവേചനം നേരിട്ടതായി 60% വോട്ടർമാർ പരാതിപ്പെട്ടതും രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. 1928 ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് വോട്ടർമാരെ ഇനി നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. UKയിൽ അതിശക്തമായ ഗൊറേറ്റി ചുഴലിക്കാറ്റ്, ലക്ഷക്കണക്കിന് വീടുകളിൽ വൈദ്യുതി നിലച്ചു, ജനജീവിതം സ്തംഭിച്ചു. ബ്രിട്ടനിൽ ഗൊറേറ്റി ചുഴലിക്കാറ്റ് ശക്തമായ നാശനഷ്ടങ്ങൾ വിതച്ച് മുന്നേറുന്നു. മണിക്കൂറിൽ 99 മൈൽ വേഗതയിൽ വരെ വീശിയടിച്ച കാറ്റും കനത്ത മഞ്ഞുവീഴ്ചയുമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി കോൺവാൾ, ഐൽസ് ഓഫ് സ്കിൽ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട്, വെസ്റ്റ് മിഡ്ലാൻഡ്സ്, വെയിൽസ് എന്നിവിടങ്ങളിൽ ഏകദേശം 80,000-ഓളം വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചതായാണ് വിവരം. ഗതാഗത സംവിധാനങ്ങൾ തകരാറിലായതോടെ ആയിരക്കണക്കിന് യാത്രക്കാർ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഞ്ഞുവീഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പലയിടങ്ങളിലും 30 സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിഡ്ലാൻഡ്സിലും വെയിൽസിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബർമിംഗ്ഹാം വിമാനത്താവളത്തിൽ മഞ്ഞു കാരണം റൺവേ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ട്രെയിൻ ഗതാഗതവും റോഡ് ഗതാഗതവും പലയിടങ്ങളിലും തടസ്സപ്പെട്ടു. വെതർ ബോംബ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ പ്രതികൂല സാഹചര്യം വരും മണിക്കൂറുകളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. അതിശൈത്യം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിൽ ഹെൽത്ത് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ 1 ദശലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോർഫോക്കിൽ കടൽ തീരത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും യാത്രകൾ ഒഴിവാക്കണമെന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. UKയിൽ ബലാത്സംഗ കേസിൽ പ്രതിക്ക് 6 വർഷം തടവ്, ശിക്ഷ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് നാടുകടത്തും. ഇരയെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ ബലാത്സംഗ കേസിലെ പ്രതിയെ ബ്രിട്ടീഷ് ജയിലിലെ ശിക്ഷാ കാലാവധിക്ക് ശേഷം UKയിൽ നിന്ന് നാടുകടത്താൻ ഉത്തരവ്. ഒരു ബലാത്സംഗം, 2 ബലാത്സംഗ ശ്രമങ്ങൾ എന്നീ കുറ്റങ്ങൾ സമ്മതിച്ച 46-കാരനായ മലയാളിക്കാണ് ടീസൈഡ് ക്രൗൺ കോടതി 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. നിലവിൽ ഹോം ഹൗസ് പ്രിസണിൽ കഴിയുന്ന ഇയാൾ വീഡിയോ ലിങ്ക് വഴിയാണ് കോടതിയിൽ ഹാജരായത്. വർഷങ്ങൾക്ക് മുമ്പ് ടീസൈറ്റിൽ വെച്ചാണ് ഇയാൾ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് കോടതി കണ്ടെത്തി. ഇന്ത്യയിൽ നിന്ന് UKയിലേക്ക് കുടിയേറിയ ഇയാൾ നിലവിൽ സ്ഥിരമായ താമസ സ്ഥലമില്ല. ഇരയുടെ ഹൃദയഭേദകമായ മൊഴിയാണ് കേസിൽ നിർണായകമായത്. താൻ അനുഭവിച്ച മാനസിക ആഘാതത്തെക്കുറിച്ച് ഇര കോടതിയിൽ സമർപ്പിച്ച പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് പണ്ട് വായന വളരെ ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തനിക്കതിന് കഴിയുന്നില്ലെന്നുമാണ്. രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും ഓരോ ദിവസവും താൻ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും. എങ്കിലും ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്തയായ ഒരു വ്യക്തിയായി മാറാൻ താൻ ഉറച്ചു തീരുമാനിച്ചിരിക്കുന്നുവെന്നും. പ്രതിക്ക് മദ്യപാനശീലം ഉണ്ടായിരുന്നുവെങ്കിലും അത് ലഘൂകരണമായി കോടതി പരിഗണിച്ചില്ല. നടപടികളുടെ വൈകിയ വേളയിലാണെങ്കിലും കുറ്റം സമ്മതിച്ചതിനെ ജഡ്ജി ആന്റണി ഹോക്സ് പ്രശംസിച്ചു. പ്രതിയുടെ പേര് ജീവിതകാലം മുഴുവൻ ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തും. കൂടാതെ ഇരയുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ പാടില്ലെന്ന നിയന്ത്രണ ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശിക്ഷയുടെ 2/3 ഭാഗം പൂർത്തിയാകുമ്പോൾ ഇയാളെ UKയിൽ നിന്ന് സ്വയമേവ നാടുകടത്തുമെന്നും ജഡ്ജി വിധിന്യായത്തിൽ വ്യക്തമാക്കി. 15 വർഷത്തിനിടെ ആദ്യമായി ഫ്യൂൽ ഡ്യൂട്ടി വർദ്ധിപ്പിക്കാൻ ലേബർ. ജനങ്ങൾക്ക് ഇന്ധനവില വർധനയുടെ ഇരുട്ടടി.
ലേബർ സർക്കാർ പ്രഖ്യാപിച്ച ഫ്യൂൽ ഡ്യൂട്ടി വർധന സെപ്റ്റംബർ മുതൽ 6 മാസം കൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനുള്ള നീക്കം ഉറപ്പാക്കി. സെപ്റ്റംബറിൽ താൽക്കാലിക നിലവിലുള്ള 5 പെൻസ് കുറവ് റദ്ദാക്കുന്നതോടെ ലിറ്ററിന് 1 പെൻസ് വർധനവ് ലഭിക്കും. ഡിസംബറിലും 2027 മാർച്ചിലും ഓരോ ലിറ്ററിനും 2 പെൻസ് വീതം കൂടി വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട്. 2022 എണ്ണവില കയറിയപ്പോൾ ടോറി സർക്കാർ നൽകിയ ഇന്ധന നികുതി ആശ്വാസം ഇങ്ങനെ റദ്ദാക്കപ്പെടുകയാണ്. ഈ നീക്കം കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും കനത്ത ചെലവ് ആഘാതമാകുമെന്ന് റോഡ് ഹോളേജ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ജീവിതച്ചെലവ് കുറയ്ക്കാനുള്ള സർക്കാർ വാഗ്ദാനത്തിന് വിരുദ്ധമാണ് ഈ നടപടിയെന്ന് വിമർശനങ്ങളുണ്ട്. എന്നിരുന്നാലും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനം മാറ്റാൻ തയ്യാറല്ല. ഇതിനിടെ റിഫോം UK അധികാരത്തിൽ വന്നാൽ 5 പെൻസ് കട്ട് തിരികെ നൽകുമെന്ന് നൈജൽ ഫരാജ് വാഗ്ദാനം ചെയ്തു. പുതിയ കുടിയേറ്റ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ വിസ അപേക്ഷകൾ 1 ലക്ഷത്തിലധികം കുറവ്. ബ്രിട്ടനിൽ കർശനമായ പുതിയ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാകുന്നതോടെ വിദേശ തൊഴിലാളികൾക്കുള്ള വിസ അപേക്ഷകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാത്രം വിവിധ വിസ വിഭാഗങ്ങളിലായി 1,03,000-ലധികം വിസ അപേക്ഷകളാണ് കുറഞ്ഞത്. ഇത് ബ്രിട്ടനിലേക്കുള്ള നെറ്റ് മൈഗ്രേഷന്റെ തോത് കുറയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള നഴ്സുമാർക്കും കെയർ വർക്കർമാർക്കുമുള്ള വിസ അപേക്ഷകൾ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. 2024 ഡിസംബർ വരെയുള്ള 12 മാസ കാലയളവിൽ 1,23,300 പേർ അപേക്ഷിച്ച സ്ഥാനത്ത് 2025 ഇത് 61,000 കുറഞ്ഞുവെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത് 51% കുറവാണ്. അതുപോലെ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള അപേക്ഷകളിൽ 36% കുറവുണ്ടായി. 1,32,700 നിന്ന് 85,500 ചുരുങ്ങി. വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുകയും സ്കിൽഡ് വർക്കർ വിസയ്ക്ക് വേണ്ട അടിസ്ഥാന ശമ്പളം 38,700 പൗണ്ടിൽ നിന്ന് 41,700 പൗണ്ടായി ഉയർത്തുകയും ചെയ്തതാണ് പ്രധാന മാറ്റങ്ങൾ. എന്നാൽ സീസണൽ വർക്കർ, സ്പോൺസേഡ് സ്റ്റഡി വിസകൾക്കുള്ള അപേക്ഷകൾ യഥാക്രമം 8%, 4% വർധനവുണ്ടായി. കടുത്ത ഇംഗ്ലീഷ് ഭാഷ ആവശ്യകതകൾ ഉൾപ്പെടെയുള്ള പുതിയ കുടിയേറ്റ നിരോധന നടപടികൾ ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും. തകർന്നു കിടക്കുന്ന കുടിയേറ്റ സംവിധാനത്തിൽ തങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഫലം കാണുന്നതായും പറയുന്നു. ബ്രിട്ടീഷ് തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ വില കുറഞ്ഞ വിദേശ തൊഴിൽ ശക്തിക്ക് പകരം നമ്മുടെ ആളുകൾ ജോലി ഉറപ്പാക്കുന്നുവെന്ന് മിനിസ്റ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മൈക്ക് ടാപ്പ് പറഞ്ഞു. സർക്കാരിന്റെ ഈ നടപടികൾ UK തൊഴിൽ വിപണിയിലും സാമ്പത്തിക രംഗത്തും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK കോട്ടയം സ്വദേശി നിര്യാതനായി. കോട്ടയം മണർകാട് തൊണ്ടുകണ്ടത്ത് സ്വദേശിയും വെയിൽസിലെ ന്യൂപോർട്ട് വിക്ടറി AG ചർച്ചിന്റെ സജീവ അംഗവുമായിരുന്ന ബ്രദർ ജോൺ തോമസ് അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം വ്യാഴാഴ്ച രാവിലെ UK താമസ സ്ഥലത്തായിരുന്നു. കാർഡിഫിലെ വിക്ടറി AG ചർച്ചിന്റെ സജീവ അംഗമായിരുന്നു. ഭാര്യയും മക്കളുമൊത്ത് UK ന്യൂപോർട്ടിലായിരുന്നു താമസം. 15 വർഷത്തോളം കുവൈറ്റിൽ ജോലി ചെയ്ത ശേഷം 2.5 വർഷം മുമ്പാണ് ജോൺ തോമസ് വെയിൽസിലെ ന്യൂപോർട്ടിലേക്ക് താമസം മാറ്റിയത്. സംസ്കാര ശുശ്രൂഷകളും മറ്റു വിവരങ്ങളും പിന്നീട് അറിയിക്കുമെന്ന് സഭാ ശുശ്രൂഷകൻ ബിനോയ് എബ്രഹാം അറിയിച്ചു. UK വിസയ്ക്ക് വ്യാജ വിവാഹരേഖ. ഗുജറാത്തിൽ 3 പേർക്കെതിരെ കേസ്. UK അനധികൃത കുടിയേറ്റത്തിനായി വ്യാജ വിവാഹരേഖയും വിവാഹമോചന ഉത്തരവും തയ്യാറാക്കിയെന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ റിസ്വാൻ മേത്ത, തസ്ലിമ ബാനു, അഭിഭാഷകൻ സാജിദ് കോത്തിയ എന്നിവരാണ്. സംഭവം പുറത്തുവന്നത് UK താമസക്കാരനായ മേത്ത തസ്ലിമ ബാനുവിനെ ഭാര്യയായി കാണിക്കുന്ന വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവരുടെ UK വിസ നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ്. പിന്നീട് തസ്ലിമ ബാനു 3.5 ലക്ഷം രൂപയും വിവാഹമോചന ഉത്തരവും നൽകാമെന്ന വാഗ്ദാനം പാലിക്കാത്തതുമൂലം തർക്കമുണ്ടായി. മേധ തന്റെ യഥാർത്ഥ ഭാര്യയെ UK കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും തടസ്സം നേരിട്ടു. അന്വേഷണത്തിൽ അഭിഭാഷകൻ സാജിദ് കോത്തിയയുടെ സഹായത്തോടെ കോടതിയുടെ വ്യാജ ഉത്തരവ് സൃഷ്ടിച്ചതായി തെളിഞ്ഞു. കേസ് ഭയന്ന് കോത്തിയ കാനഡയിലേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് പറയുന്നു. കേസിന്റെ വിവരങ്ങൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും എംബസിക്കും കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിന്റെ അടിസ്ഥാനത്തിൽ UK അധികാരികൾ നാടുകടത്തൽ നടപടികൾ സ്വീകരിക്കാനും ഇന്ത്യയിൽ എത്തുന്നയുടൻ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് ചൗധരി വ്യക്തമാക്കുന്നത്. അമിത വേഗതയ്ക്ക് ഇനി പിഴ. ലേബർ സർക്കാരിന്റെ പുതിയ റോഡ് സുരക്ഷാ നീക്കത്തിന് വിവാദം. UK സ്പീഡിംഗ് കേസുകളിൽ നിയമ നടപടികൾക്ക് നിലവിലുള്ള 6 മാസ കാലപരിധി നീക്കാനുള്ള ലേബർ സർക്കാരിന്റെ നീക്കം വിവാദമായി. നിലവിലുള്ള 6 മാസത്തെ സമയപരിധി നീക്കം ചെയ്യുന്നതിലൂടെ നിയമലംഘനം നടത്തിയ ഡ്രൈവർമാർക്ക് വർഷങ്ങൾക്ക് ശേഷം പോലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇത് നിയമ നടപടികൾ വൈകിക്കുന്നത് തടയുമെന്നും നീതി നടപ്പാക്കാൻ സഹായിക്കുമെന്നും സർക്കാർ വാദിക്കുന്നു. ഈ മാറ്റം നിയമ നടപടികൾ ആരംഭിക്കുന്നതിന്
കുറ്റം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനെടുക്കുന്ന കാലതാമസം പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വാഹനം ഓടിച്ചിരുന്നയാളെ തിരിച്ചറിയാൻ മാസങ്ങൾ എടുക്കാറുണ്ട്. ഇത് നിലവിലെ നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടാക്കുന്നു. ഇത് നിയമം ദുരുപയോഗം ചെയ്യാനും നീതി വൈകിപ്പിക്കാനും ഇടയാക്കുന്നു. എന്നാൽ ഈ മാറ്റം കൂടുതൽ കാലതാമസത്തിന് കാരണമാകുമെന്നും തെറ്റായ പ്രോസിക്യൂഷനുകൾക്ക് വഴിവെക്കുമെന്നും നിയമവിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നിലവിലെ നിയമപ്രകാരം ട്രാഫിക് നിയമലംഘനം നടന്നാൽ ഉടമസ്ഥർ 28 ദിവസത്തിനകം ആരായിരുന്നു ഓടിച്ചിരുന്നതെന്ന് പോലീസിന് വിവരം നൽകണം. തുടർന്ന് ആ വ്യക്തിക്ക് വീണ്ടും മറുപടി നൽകാൻ 28 ദിവസത്തെ സമയം ലഭിക്കും. അതിനുശേഷം മാത്രമേ കേസ് കോടതിയിലെത്തുകയുള്ളൂ. ഈ ഘട്ടങ്ങളെല്ലാം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകണം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ കാലപരിധി പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. ഇതിനോടൊപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് പിഴയോടൊപ്പം ലൈസൻസിൽ 3 പോയിന്റുകൾ കൂടി ചേർക്കുമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.